ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കല്ലുമോളാണെങ്കിൽ എഴുന്നേറ്റ് വരുന്നുണ്ട്. ഈ സമയം അവൾ ആദ്യം നോക്കുന്നത് മുകുന്ദനെയാണ്. മുകുന്ദനെ കാണാതെ ആവുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അച്ഛ അച്ഛ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജയഗീതയാവട്ടെ അവളെ ഒന്ന് പറ്റിക്കാമെന്ന് കരുതിയിട്ട് അച്ഛൻ പോയെന്ന് പറയുന്നു. എന്നോട് പറയാതെ അച്ഛൻ പോവില്ല, എങ്കിൽ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്ക്, അച്ഛൻ ബസ് കാത്ത് നിൽക്കുന്നുണ്ടാവും. അച്ഛന് ബസ്സിൽ പോവാറില്ലല്ലോ, കാറിലല്ലേ പോവാറ്. അത് ഇന്നലെ കാർ അങ്കിള് കൊണ്ടുപോയില്ലേ, മോളൊന്ന് ഇറങ്ങി നോക്ക്. അങ്ങനെ കല്ലുമോളാണെങ്കിൽ ഇറങ്ങി നോക്കുമ്പോ മുകുന്ദനെ കാണുന്നില്ല. അവളാണെങ്കിൽ ആകെ പേടിക്കുന്നു. അച്ഛൻ തന്നെ വിട്ടുപോയെന്ന് തന്നെ അവൾ കരുതുകയാണ്. ഈ സമയം മുകുന്ദനാണെങ്കിൽ ഫോൺ വിളിച്ച് അപ്പുറത്ത് നിൽപ്പുണ്ട്. കല്ലുമോൾ പെട്ടെന്ന് തന്നെ മുകുന്ദനെ കാണുമ്പോൾ അച്ഛ എന്ന് വിളിച്ച് ഓടിച്ചെന്ന് പൊട്ടിക്കരയുന്നു. എന്നിട്ട് കല്ലുമോളാണെങ്കിൽ അയാളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മുകുന്ദൻ ചോദിക്കുകയാണ്, എന്താ മോളെ, എന്ത് പറ്റിയെന്ന്. അച്ഛൻ പോയെന്ന് അമ്മ എന്നോട് പറഞ്ഞു, എനിക്ക് ഒത്തിരി വിഷമായി എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോ മമ്മി അങ്ങനെ പറഞ്ഞോ, മമ്മിക്ക് നമുക്ക് ചെറിയൊരു ഡോസ് കൊടുക്കാം. വേണ്ട, മമ്മി പാവ. ഇതൊക്കെ കേട്ട് ജയഗീത അവിടെ നിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വാ, ചെറുതായിട്ടൊന്ന് ഒരു ഡോസ് കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല, എന്റെ മോളോട് ഇനിയും കള്ളം പറയും. അങ്ങനെ മുകുന്ദനും കല്ലുമോളും ചേർന്ന് ജയഗീതയുടെ അടുത്തേക്ക് പോവുകയാണ്. ജയഗീത, താൻ എന്തിനാ എന്റെ മോളോട് കള്ളം പറഞ്ഞു? സോറി സാർ, ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് ജയഗീതയാണെങ്കിൽ ചിരിക്കുന്നു. വേണ്ടായിരുന്നു മമ്മിയെ ചീത്ത പറയണ്ടായിരുന്നു. എന്തായാലും ഈ സമയം ജയഗീത പറയുന്നുണ്ട്, ഇന്ന് സ്കൂളിലേക്ക് പോവേണ്ടതാ, വാ പോയി പല്ലൊക്കെ തേച്ച് റെഡിയാകാം. അങ്ങനെ അവിടെ നിന്നും ജയഗീതയാവട്ടെ കല്ലുമളയും കൂട്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് അത് രാവിലെ തന്നെ തോട്ടത്തിലെ പണിക്കായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീ. അവനാണെങ്കിൽ തൂമ്പയും കൊട്ടയൊക്കെ എടുത്ത് മുറ്റത്ത് നിന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് ഗോപിനാഥൻ വരുന്നുണ്ട്. ഇത് എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടുന്നത്? അല്ലച്ചാ, കിളയ്ക്കാനൊക്കെ ഉള്ളതല്ലേ, അപ്പൊ ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് കരുതി. എന്ത് പൂന്തോട്ടങ്ങൾക്കിടയിൽ പോയിട്ട് നീ എന്ത് കളിക്കാനാ? അല്ല, അവിടെ എങ്ങാനും കളിക്കാനുണ്ടെങ്കിലോ? ആദ്യം നീ ഈ കാണിച്ചു കൂട്ടിലൊക്കെ നിർത്ത്. അവിടെ ഇങ്ങനെ കളിക്കാനുള്ള പരിപാടിയൊന്നുമില്ല. അനന്തു എന്ന് വിളിച്ചുകൊണ്ട് ഗോപിനാഥനാണെങ്കിൽ അനന്തുവിനെ വിളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് അനന്തു വരികയാണ്. എന്തൊക്കെയാ ചേട്ടാ ഈ കാണിച്ചു കൂട്ടുന്നത്? അത് ഞാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അവിടെ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെന്ന് അവിടുത്തെ ജോലിക്കാർ എന്തൊക്കെയാ ചെയ്യുന്നത് നോക്ക്, എന്നിട്ട് ജോലിക്ക് ഇറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് അനന്തു ആണെങ്കിൽ ശ്രീയെ വഴക്ക് പറയുകയാണ്. അങ്ങനെ ശ്രീ ആണെങ്കിൽ തോട്ടത്തിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം അകത്തേക്ക് പോകുമ്പോൾ മീനാക്ഷി ആണെങ്കിൽ ചായ കുടിച്ചുകൊണ്ട് വരികയാണ്. അല്ല, ശ്രീയേട്ടൻ ജോലിക്ക് ഇറങ്ങിയെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം, കാര്യം കാണാൻ വേണ്ടി കഴുതക്കാലം പിടിക്കുന്ന ടീംസാണ്. അതെ, മീനാക്ഷി അധികമൊന്നും അയാളായിട്ട് അടുക്കാൻ പോകണ്ട എന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷി ആണെങ്കിൽ ശരിയെന്ന് പറയുകയാണ്. പിന്നീട് കുളിച്ച് റെഡിയായിട്ട് വരുന്ന കല്ലുമോളാണെങ്കിൽ മുകുന്ദനോട് പറയുന്നുണ്ട്, ഇന്ന് ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല അച്ഛാന്ന്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? മോള് പോണം, മോള് പോയി പഠിച്ച് മിടുക്കിയായിട്ട് വരണ്ടേ? വേണ്ടച്ച, എനിക്ക് അച്ഛന്റെ കൂടെ ഇരുന്നാൽ മതി. കൊഞ്ചല്ലേ മോളെ, ചെല്ല് റെഡി ആവാൻ നോക്ക്. അവിടേക്ക് ജയഗീത മിന്നുവിനെയും സൂരജിനെയും റെഡിയാക്കിയിട്ട് വരുന്നുണ്ട്. ഡേ നോക്ക്, ഇവര് രണ്ടുപേരും റെഡിയായി, നീ റെഡിയാവുന്നില്ലേ എന്ന് ജയഗീത കല്ലുവിനോട് ചോദിക്കുമ്പോ ഉണ്ട്, എങ്കിൽ വാ, ഞാനേ തലയൊക്കെ കെട്ടിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് കല്ലുമുളയും കൂട്ടിയിട്ട് അവിടെ നിന്നും പോവുകയാണ്. മുകുന്ദനാവട്ടെ അവളുടെ ബാഗൊക്കെ ഒതുക്കി വെക്കുന്നുണ്ട്. ഈ സമയം ഓട്ടോ വരികയാണ്. മുകുന്ദൻ മക്കളെയൊക്കെ കൊണ്ട് ഓട്ടോയിൽ കയറ്റി വിടുന്നുണ്ട്. പിന്നീട് മുകുന്ദനും ജയഗീതയും തമ്മിൽ സംസാരിക്കുകയാണ്. സാർക്കിപ്പോഴും മെഡിസിൻസ് ഒക്കെ കഴിക്കാനുണ്ടല്ലേ? ആ, മറ്റു രോഗങ്ങളൊന്നുമില്ല, പക്ഷെ എന്ത് പറയാനാ, ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് കരുതിയ ഞാനല്ലേ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എല്ലുകൾക്ക് ബലം വെക്കാനായിട്ട് ഒരുപാട് മെഡിസിൻസ് കഴിക്കാനുണ്ട്. അല്ല, സാർക്ക് ഇപ്പോ പഴയ പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് സർജറീസ് അല്ലേ എന്റെ ശരീരത്തിൽ കഴിഞ്ഞിരിക്കുന്നത്, അതിൻ്റെതായിട്ടുള്ള ഉണ്ടെന്നൊക്കെ ജയഗീതയോട് പറയുന്നു. അങ്ങനെ മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, സൂരജിനും മിന്നുവിനും ഞാനാണ് അവരുടെ അച്ഛനെന്ന് അറിയില്ലല്ലോ, അതിനിപ്പോ പറയണ്ടേന്ന് ചോദിക്കുകയാണ്. സൂരജിന് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ മിന്നുവിന് അത് മനസ്സിലാക്കാനായിട്ടില്ല. എന്തായാലും ഞാൻ കള്ളൊന്നും പറയില്ല സാറേ, സത്യം തന്നെ എന്റെ മക്കളോട് പറയുള്ളൂ, കാരണം ഞാൻ അവരോട് പറയുന്നത് സത്യം മാത്രം പറയണമെന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ജയഗീതയാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ശ്രീ ആണെങ്കിൽ തോട്ടത്തിൽ പണിയെടുത്ത് ക്ഷീണിച്ചു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് പൈപ്പിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ദേഹത്ത് തെളിക്കുകയാണ്. വയർപ്പാണെന്ന് കരുതിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ അങ്ങനെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അയ്യോ അമ്പിളി, എനിക്കിതിന് വെള്ളം തടിയെന്നൊക്കെ പറഞ്ഞ് അമ്പിളി ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വരികയാണ്. ഇതെന്താ ശ്രീയേട്ടാ, ഇത്രയ്ക്കും ക്ഷീണിച്ചോ? പുറത്തിറങ്ങുമ്പോ സൺസ്ക്രീൻ ഇട്ടിട്ട് ഇറങ്ങണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? മുഖമൊക്കെ ആകെ കരിവാളിച്ചോ? ഇതൊക്കെ കേട്ടുകൊണ്ട് മീനാക്ഷി അങ്ങോട്ട് വരികയാണ്. മീനാക്ഷി ആണെങ്കിൽ ചിരിക്കുന്നു. അതെ, നീ വല്ലാതെ ചിരിക്കൊന്നും വേണ്ട, നീ ഭയങ്കരമായിട്ട് ഞങ്ങളെ കളിയാക്കുന്നുണ്ട്. ഇവിടെ ശ്രീയേട്ടന് ജോലി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും അച്ഛനോട് നീ കുനിറ്റ് പറഞ്ഞു കൊടുത്തല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ മീനാക്ഷി പറയുന്നുണ്ട്, അയ്യോ ചേച്ചി, ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ, നിനക്ക് ഞങ്ങളോട് ചെറിയൊരു പുച്ഛമുണ്ട്. ഇത് കേൾക്കുമ്പോൾ മീനാക്ഷിക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല. അവളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അമ്പിളിക്കരികിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ചേച്ചി, ഞാൻ അങ്ങനെ മനസ്സാൽ പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം വരുന്ന സമയത്ത് ഞാൻ അറിയാതെ പ്രതികരിച്ചു പോകും. കാരണം ആ സമയത്ത് എനിക്ക് എന്റെ കല്ലുമുളയാണ് ഓർമ്മ വരിക എന്ന് പറയുമ്പോൾ മീനാക്ഷിയുടെ
കൈ വെടിയിപ്പിച്ചുകൊണ്ട് അമ്പിളിയാണെങ്കിൽ അങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്നു. എന്തായാലും മീനാക്ഷിക്കാണെങ്കിൽ അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.